ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് 16 വർഷം പഴക്കമുള്ളതും എന്നാൽ ആധുനിക രീതിയിൽ റിനോവേറ്റ് ചെയ്ത് ആഡംബരമാക്കി വെച്ചിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു വീടാണ്. ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സ് ആൻഡ് ഹോം കെയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായതും ആഡംബരമായതുമായ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായാണ്. മുപ്പത്തിയേഴ് സെന്റ് സ്ഥലത്ത് 4850 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകളും ഒരു സർവൻറ്റ് ബെഡ്റൂമും കൂടാതെ നിറയെ ഹാളുകളുമായിട്ടുള്ള ഒരു മനോഹരമായ ഒരു ആഡംബര വീടാണ് ഇത്. പ്രവാസി ബിസിനസ്സുകാർക്കോ അതുപോലെ നാട്ടിലുള്ള ബിസിനസ്സുകാർക്കോ നാട്ടിൽ സ്വന്തമായി ഒരു വലിയ വീട് ആഗ്രഹിക്കുന്നവർക്കും വളരെ മനോഹരമായ ഒരു വീട് തന്നെയാണിത്. നിങ്ങൾക്ക് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ് എന്ന് വേണം പറയുവാൻ. എറണാകുളം ജില്ലയിൽ
37 സെന്റ് സ്ഥലത്ത് 4800 സ്ക്വയർ ഫീറ്റിൽ ഈ ബഡ്ജറ്റിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീട് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 3 കോടി രൂപ മാത്രമാണ്. അതുകൊണ്ട് ഇതൊരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ്. അങ്കമാലി ടൗണിനും റെയിൽവേ സ്റ്റേഷനും ബസിലിക്ക ചർച്ചിനും വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് വാങ്ങുന്നവർക്കുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, കൊച്ചി ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വെറും 5-6 കിലോമീറ്റർ മാത്രമാണ് ഇവിടെ നിന്നുള്ള ദൂരം. ഈ വീട്ടിലേക്കുള്ള മെയിൻ എൻട്രൻസ് ഇവിടെയാണ്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ള ഒരു റോഡാണ് കടന്നു വരുന്നത്. വീടിന് നല്ല ഒരു കോമ്പൗണ്ട് വാൾ കെട്ടി മനോഹരമാക്കിയിട്ടുള്ളതും മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. വീടിന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുറ്റം ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ളതും ചുറ്റിലും ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള കെട്ടിത്തിരിച്ച് പുൽത്തകിടി പിടിപ്പിച്ച് കെട്ടിത്തിരിച്ചിട്ടുള്ളതും വീടിൻ്റെ ഗേറ്റിനോട് ചേർന്ന് ഏതൊരു കാലാവസ്ഥയിലും വറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന ഒരു കിണറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നാൽ അതിവിശാലമായ ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. മുറ്റത്ത് 5, 8, 10 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുന്ന അതിവിശാലമായ ഒരു ടൈൽ പാക്കി മനോഹരമാക്കിയിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 വാഹനങ്ങൾക്ക്, ഏതൊരു വലിയ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കവേർഡ് കാർ പോർച്ചാണ് ഇവിടെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഒരു ആഡംബരമായ കേരള ട്രഡീഷണൽ മോഡലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സുന്ദര മനോഹരമായ ഒരു വീടാണ് ഇത്. ഈ വീടിൻ്റെ മുകൾ ഭാഗത്ത് ഓടുകൾ പാകി അതിൽ പെയിന്റുകൾ അടിച്ച് വളരെ വൃത്തിയാക്കി ഭംഗിയാക്കിയിട്ടുള്ള ഒരു കേരള ട്രഡീഷണൽ മോഡലിലുള്ള ഒരു മനോഹരമായ ഒരു വീട് തന്നെയാണ് ഇത്. കോമ്പൗണ്ടിൻ്റെ വശങ്ങൾ കെട്ടിത്തിരിച്ച് അതിനിടയിൽ പുൽത്തകടികൾ പിടിപ്പിച്ച് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു ഗാർഡൻ ഏരിയയും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തെല്ലാം പുല്ലുകൾ പിടിപ്പിച്ച് വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ വീടിൻ്റെ മുൻഭാഗത്തായി ഒരു 6-7 തൂണുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ പഴയ രീതിയിലുള്ള ഒരു സ്ട്രക്ചറിൽ ഡിസൈൻ കൊടുത്ത് മനോഹരമാക്കിയിട്ടുള്ള തൂണുകളാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തായി കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് കയറുമ്പോൾ മുൻഭാഗത്ത് 2 സ്റ്റെപ്പുകൾ കൊടുത്ത് വിശാലമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ വലിപ്പമുള്ള ഒരു സിറ്റ് ഔട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ മുൻഭാഗത്ത് ടൈലുകൾ വിരിച്ച് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഭാഗത്ത് GI സ്ക്വയർ ട്യൂബിൽ പിടിപ്പിച്ചിട്ടുള്ള മനോഹരമായ ഒരു ഡിസൈൻ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ വീടിനെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വുഡ് വർക്കുകളും തേക്കിൽ മാത്രമാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. വീടിനെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി 2 പാളികളിലായി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മനോഹരമായ ഒരു ഫ്രണ്ട് ഡോറ് ഇവിടെ കിട്ടുന്നുണ്ട്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ ഇവിടെയായി അതിവിശാലമായ വളരെ വലിപ്പമുള്ള ഒരു കൊട്ടാര സമാനമായ ഒരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ്. മുകളിൽ ഫാൻസി ലൈറ്റുകളെല്ലാം കൊടുത്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്.
ലിവിംഗ് ഏരിയയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ ഇവിടെയും വലിയ ഒരു ഹാളാണ് കിട്ടുന്നത്. ഈ ഹാളിൻ്റെ ഈ ഭാഗത്ത് പർഗോള ടൈപ്പിലുള്ള ഒരു ഡിസൈൻ ലിവിംഗ് ഏരിയയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ആ അക്വേറിയത്തിൻ്റെ ഒരു ഭാഗം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ഒരു ബെഡ്റൂമിലേക്ക് കടക്കുന്നത്. വിശാലമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഇവിടെയാണ് വാഷ്റൂം കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായി ഒരു ഡ്രസ്സിംഗ് ഏരിയയുടെ സ്ഥാനം ഇവിടെയാണ്. കൂടാതെ ഈ ഭാഗത്തായി ഇതിനോട് അറ്റാച്ച് ചെയ്ത് ഒരു റൂം സെപ്പറേറ്റ് ആയി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഈ ബെഡ്റൂമിൻ്റെ ലിവിംഗ് ഏരിയയായിട്ട് വരുന്നത്. ഇവിടെയെല്ലാം ആ ബെഡ്റൂമിൽ നിന്നൊരു പർഗോള ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വെന്റിലേഷൻ എല്ലാം കൊടുത്ത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഒന്നാമത്തെ ബെഡ്റൂം. ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെയും വളരെ വലിപ്പമുള്ള വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി വളരെ വലിപ്പമുള്ള വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വിശാലമായ ഒരു വാഷ്റൂമാണ് ഇവിടെ കിട്ടുന്നത്. ലിവിംഗ് ഏരിയയ്ക്ക് സമാനമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ വിശാലമായ ഒരു ഫാമിലി ലിവിംഗ് ഏരിയയാണിത്. ഫാമിലി ലിവിംഗ് ഏരിയയുടെ ഈ ഭാഗത്തായി ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൺലൈറ്റ് കിട്ടുന്നതിന് നിറയെ വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. വളരെ വലിപ്പമുള്ള ഒരു ഫാമിലി ലിവിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമിലേക്ക് കടന്നാൽ ഇവിടെയും അതിവിശാലമായ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഡ്രസ്സിംഗ് ഏരിയയുടെ സ്ഥാനം. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. വാഷ്റൂമിൽ ബാത്ത് ടബ് പിടിപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ബെഡ്റൂമായ ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ഒരു അറ്റാച്ച് ചെയ്ത ഒരു ലിവിംഗ് ഏരിയ ഇതിനും കൊടുത്തിട്ടുണ്ട്. ഫാമിലി ലിവിംഗ് ഏരിയയിൽ നിന്ന് മറ്റൊരു എൻട്രൻസിലേക്ക് കടന്നാൽ ഇവിടെയായി വളരെ വലിപ്പമുള്ള ഒരു ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. താഴെയായി ധാരാളം സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വളരെ വിശാലമായ ഒരു ബെഡ്റൂമിനേക്കാൾ വലിപ്പമുള്ള ഒരു കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എൽ ഷേപ്പിലുള്ള ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്ത് വളരെ വിശാലമാക്കി വച്ചിട്ടുള്ള ഒരു കിച്ചൺ ടോപ്പാണ് കിട്ടുന്നത്. താഴെയായി നിറയെ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്, ഗ്യാസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ അല്ലെങ്കിൽ വർക്ക് ഏരിയ എന്നൊക്കെ പറയാം. ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് കിച്ചനോട് ചേർന്ന് തന്നെ വിശാലമായ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. സ്റ്റെപ്പുകളിൽ ടൈൽ പാകി സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുള്ള ഒരു സ്റ്റെയർ കേസ് ആണ് ഇവിടെയും കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ ഇവിടെയായി ഒരു അപ്പർ ലിവിംഗ് ഏരിയ കിട്ടുന്നു. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഒരു ബെഡ്റൂമിലേക്കാണ് കടക്കുന്നത്. ഇവിടെ വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് കിട്ടുന്നത്. ഈ ബെഡ്റൂമിലും ധാരാളം വാർഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഇവിടെയായി ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട്. ഇവിടെ വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഇവിടെ ബാത്ത് ടബ് കൊടുത്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഓപ്പൺ ടെറസ് ഏരിയ. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് വന്നാൽ ഇവിടെ പ്രസ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു യൂട്ടിലിറ്റി റൂമായി തിരിക്കാവുന്നതും വാഷിംഗ് മെഷീൻ വയ്ക്കുന്നതിനും മറ്റും
പോയിന്റുകൾ കൊടുക്കാവുന്നതുമായ ഒരു ഏരിയയാണ് ഇവിടെ കിട്ടുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഫ്രണ്ട് ബാൽക്കണി. ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്ന് അതിവിശാലമായ ഒരു ഏരിയ തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ഓപ്പൺ ടെറസ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നമ്മുടെ മുറ്റവും മറ്റു വീടുകളും റോഡുകളും പ്രകൃതി ഭംഗിയും എല്ലാം ഇവിടെ ഇരുന്നാൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീടിൻ്റെ നേരെ മുൻപിൽ കാണുന്ന അതാണ് ബസിലിക്ക ചർച്ച്. ഡോക്ടേഴ്സിന് വളരെ അനുയോജ്യമായ ഒരു വീടാണിത്. കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് വളരെ അടുത്തായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്കമാലി ടൗണിനോട് ചേർന്നാണ് ഈ വീട് നിൽക്കുന്നതെങ്കിലും നഗരത്തിൻ്റെതായ തിരക്കുകളൊന്നും ഇല്ലാതെ ഒരു സ്വസ്ഥമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്കമാലി ടൗണിലേക്ക് ഇവിടുന്ന് വെറും 5 മിനിറ്റ് മാത്രം മതി. എറണാകുളം ടൗണിലേക്കും കാക്കനാടും അതുപോലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കും അപ്പോളോ ഹോസ്പിറ്റലിലേക്കും തൃശ്ശൂർ ഭാഗത്തേക്കും ചാലക്കുടി ഭാഗത്തേക്കും എല്ലാം പോകുന്നതിന് നല്ല വൈഡ് റോഡും അതുപോലെ നല്ല ആക്സസിബിലിറ്റി ഉള്ള ഒരു ഏരിയ കൂടിയാണ് ഇവിടെ. നാഷണൽ ഹൈവേയിലേക്ക് എത്തിച്ചേരുന്നതിന് വെറും 1 കിലോമീറ്ററാണ്. ചുറ്റുപാടും നല്ല പോഷ് റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഒരു ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലുമാണ് ഈ മനോഹരമായ ഈ ആഡംബരമായ വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിൽ അങ്കമാലി ടൗണിനോട് ചേർന്ന് കിടക്കുന്ന 37 സെൻറ്റ് സ്ഥലത്ത് 4850 സ്ക്വയർ ഫീറ്റിൽ 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സർവൻറ്റ് ബെഡ്റൂമും അടങ്ങിയ 2 ഹാളുകളോട് ചേർന്ന് മനോഹരമായി പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില 3 കോടി രൂപയാണ്. വില നെഗോഷ്യബിൾ ആണ്. ഈ സുന്ദര മനോഹരമായ ഈ ഭവനം നിങ്ങൾക്കും സ്വന്തമാക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ആഡ് കൊടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.